ഉന്മാദം സിനിമ കണ്ടു. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും റോഷാക്ക് തുടങ്ങിയ കുറെ സിനിമകളുടെ എഡിറ്ററായ കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കുഞ്ചാക്കോ ബോബൻ, ലിജോ മോൾ ജോസ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ഷാഹി കബീർ ആണ് ഈ പടത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. ഈ ഷാഹി കബീർ, കുഞ്ചാക്കോ, അതുപോലെ മുജീബ് മജീദിന്റെ മ്യൂസിക്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് കുറച്ച് പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു ഇത്. അപ്പോൾ ഇന്ന് ഈ മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ കുറിച്ച് തിരക്കഥാകൃത്താകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പോലീസുകാരന്റെ ലൈഫിൽ ഒരു പഴയ കേസ് വഴിത്തിരിവാകുന്ന കഥയാണ് ഉന്മാദം എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുറെ പോസിറ്റീവുകളൊക്കെ ഉള്ള ഒരു പടമാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് അനുഭവമായിട്ട് മാറിയ ഒരു സിനിമയുമാണ്. ഈ സ്ഥിരം ഷാഹി കബീർ രചനകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉള്ള ഒരു പോലീസ് പ്രൊസീജിയറൽ ഡ്രാമയായിരുന്നു ഇത്. അന്ധവിശ്വാസവും റിയാലിറ്റിയും ബാലൻസ് ചെയ്ത് പോകാനൊക്കെ മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട്. ഒരല്പം താമസം എടുക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എത്തിയപ്പോൾ പടം വളരെ ക്ലീഷേ ആയിട്ട് മാറുകയായിരുന്നു. നമ്മൾ ഈ അന്വേഷണം ഇപ്പോൾ തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് അവസാനത്തെ അരമണിക്കൂറിൽ മാത്രമേ അന്വേഷണം എന്ന് പറയാൻ പറ്റുകയുള്ളൂ പടത്തിൽ. അതാണെങ്കിൽ ക്ലീഷേ ആയി മാറുകയും ചെയ്തു. മിസ്റ്ററി ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചെടുക്കാൻ വേണ്ടി വളരെ റഷ് ചെയ്ത് എഴുതിയതുപോലെയാണ് തോന്നിയത്. സോ ഈ പ്രശ്നങ്ങളെല്ലാം ഈ പടത്തിനുണ്ട് താനും. എങ്കിലും ഗംഭീര പെർഫോമൻസുകൾ, നല്ല മ്യൂസിക്, നല്ല മേക്കിംഗ് ക്വാളിറ്റി, നല്ല സ്റ്റേജിങ്, ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ഭയങ്കര നാടകീയതയൊന്നും ഫീൽ ചെയ്തില്ല. ഇതിൽ ആ ഒരു ഫാമിലി, അവരുടെ ബോണ്ടിങ് ഒക്കെ കാണിച്ചേക്കുന്നത് നല്ല രസമുണ്ട്. എന്താണ് മിസ്റ്ററി എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പടം ജനിപ്പിക്കുന്നുണ്ട്. സോ ഇതൊക്കെ കൊണ്ട് പടം കണ്ടിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കിടിലൻ പെർഫോമൻസുകളാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. ഷെല്ലി എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് കുഞ്ചാക്കോവൻ കിടുവായിരുന്നു. ചെയ്യുന്ന ജോലി മറ്റൊന്നാണെങ്കിലും തന്റെ പാഷന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന പ്രഷർ, ഇതെല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിലാണെങ്കിൽ ഒരേ സമയം ഫാമിലിയിലെ ഒരു സീൻ, ഭാര്യയെ സോപ്പിടാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പോകുന്ന ഒരു ഭാഗത്ത് പണ്ടത്തെ പ്രിയം സിനിമയിലൊക്കെ കണ്ട കുഞ്ചാക്കോവനെ പോലെ തോന്നും. അതുപോലെ കഥയിൽ ഒരു ഘട്ടത്തിൽ ഒരു ഉന്മാദാവസ്ഥയിൽ എത്തുമ്പോഴൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുമാണ്. സോ സത്യം പറഞ്ഞാൽ പടം കണ്ടു തീർക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലും കുഞ്ചാക്കോവന്റെ പ്രകടനം കൊണ്ടാണെന്ന് പറയാം. ലിജോ മോളും ഭാര്യ സൗമ്യയായിട്ട് നൈസായിരുന്നു. പേരിലേ ഉള്ളൂ സൗമ്യ, ഒട്ടും സൗമ്യമല്ലാത്ത പെരുമാറ്റം, വഴക്കും ദേഷ്യവും ഒക്കെ ആയിട്ട് ശരിക്കും നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ വളരെ റിയൽ ആയിട്ട് തന്നെയുള്ള പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ അതേസമയം പുള്ളിക്കാരിക്ക് ഉള്ളിൽ ഭർത്താവിനോട് നല്ല സ്നേഹമുണ്ട്. അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്തരം ക്യാരക്ടറുകളിൽ പുള്ളിക്കാരി ഒന്ന് ടൈപ്പ് കാസ്റ്റ് ആവുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സാബു മോൻ, കോട്ടയം നസീർ, സുധീഷ്, സിദ്ദിഖ്, അരുൺ, ഗോകുലൻ, ഷാജു തുടങ്ങിയ കുറേയധികം താരങ്ങൾ സിനിമയിലുണ്ട്. ഇതുകൂടാതെ 1-2 ക്യാമിയോ അപ്പിയറൻസും ഉണ്ട്. ഇതിനൊക്കെ പുറമെ സിംബോളിക് ആയിട്ടാണെങ്കിലും പല്ലികൾക്ക് പടത്തിൽ നല്ല പ്രാധാന്യമുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ആദ്യം തന്നെ പറയേണ്ടത് മുജീബ് മജീദിന്റെ മ്യൂസിക് ആണെന്ന് ഞാൻ പറയും. അതിപ്പോ പാട്ടുകളാണേലും സ്കോർ ആണേലും കിടുവാണ്. ടൈറ്റിൽ സോങ്ങും ബാക്കി പാട്ടുകളും ഒക്കെ നല്ലതായിരുന്നു. അതിന്റെ വരികളും മനോഹരമായിട്ട് തോന്നി. ഈ പടത്തിനെ പുള്ളിയുടെ മ്യൂസിക് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അർജുൻ സേതുവിന്റെ ക്യാമറ നല്ലതാണ്. കിരൺ ദാസ്, ജിതിൻ ജോൺ എന്നിവരാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. മെയിൻ നെഗറ്റീവ്സ് സ്ക്രിപ്റ്റിൽ തന്നെയാണ്. സൂപ്പർ നാച്ചുറൽ എലമെന്റ് കൊണ്ടാണ് ഇതിലൊരു പ്രത്യേകത കൊണ്ടുവരാൻ നോക്കിയത്. പക്ഷേ ആ ഒരു സൂപ്പർ നാച്ചുറൽ വശം തന്നെ നല്ലതായിട്ട് വന്നില്ല എന്നുള്ളതാണ്. അത് വെച്ചിട്ട് അന്വേഷണം ഇങ്ങനെ വലിഞ്ഞു നീണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ക്ലൈമാക്സ് ആയപ്പോഴേക്കും വളരെ റഷ് ചെയ്ത് അന്വേഷണം കൊണ്ട് തീർക്കുകയാണ് ചെയ്തത്. എന്താണ് മിസ്റ്ററി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ് നമുക്ക്. പക്ഷെ അത് റിവീൽ ചെയ്ത് വന്നപ്പോൾ അതും ക്ലീഷയായിട്ട് മാറി. ഷാഹി കബീറിന്റെ ഈ ഒരു ഡിപ്രസ്ഡ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന പരിപാടി ഇപ്പം കുറച്ച് ആവർത്തന വിരസമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരേ ക്യാരക്ടർ തന്നെ പല നടന്മാർ പല പടങ്ങളിൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പടത്തിന്റെ ലെങ്ത് ആണെങ്കിലും കുറച്ച് കൂടുതലാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ടൈം എടുത്തതായിട്ട് തോന്നി. കുറേയധികം ക്യാരക്ടേഴ്സ്, ചില കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിലും സ്ക്രിപ്റ്റിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല എന്നും തോന്നി. സോ മൊത്തത്തിൽ പ്രകടന മികവും ട്രീറ്റ്മെന്റിലെ പുതുമയും മേക്കിംഗ് ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും തിരക്കഥ കുറച്ച് വീക്കായി പോയതാണ് ഉന്മാദം എന്ന സിനിമയ്ക്ക് പറ്റിയതായിട്ട് തോന്നിയത്. ഭയങ്കര മോശം പടമല്ല, കുറേയധികം നല്ല കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് അനുഭവമായിട്ട് മാറുകയായിരുന്നു. സോ ഞാൻ ഈ പറഞ്ഞ ആ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ത്രില്ലർ പ്രേമികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പടമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായി മാറിയേക്കാം. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 23 മിനിറ്റ് ആണ് ദൈർഘ്യം. 18+ അല്ല, UA 16+ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.